കൃത്യമായി വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണമെന്ന പക്ഷക്കാരിയാണ് ഞാൻ. കാരണം പക്ഷെ പഠിത്തം ഞങ്ങൾ പറയും, പഠിക്കുകയും പോരാടുകയും വേണം, നന്നായി പഠിക്കുകയും അതോടൊപ്പം തന്നെ നല്ല പൊതുപ്രവർത്തകരായി വളരുകയും വേണം. ഈ സമൂഹം ഏറ്റവും മികച്ച രൂപത്തിലാകണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന തിന്മകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള, ഞാൻ എപ്പോഴും കരുതുന്നതാണ്, ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ സമർത്ഥരായ കുട്ടികൾ മുന്നോട്ട് തന്നെ വരും. എല്ലാ രംഗത്തും പ്രഗത്ഭരായിട്ടുള്ള കുട്ടികൾ, നല്ല രാഷ്ട്രീയ പ്രവർത്തകർ, നല്ല ഭരണാധികാരികൾ, എല്ലാ രംഗത്തും ശോഭിക്കാൻ കഴിയുന്ന ആളുകൾ വരണം. അപ്പോൾ ഭരണരംഗത്ത് ശബരി മുമ്പേ പറഞ്ഞ പോലെ വിവിധ തുറകളിലെ ആളുകൾ കടന്നു വരണം. അതിന് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് അനിവാര്യമാണ്. ക്യാമ്പസിൽ ഇന്ന് കണ്ടുവരുന്ന മോശപ്പെട്ട പല പ്രവണതകളും കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. കാരണം പണ്ടൊക്കെ ഈ രാഷ്ട്രീയം ക്യാമ്പസിൽ വരുന്നതോടുകൂടി ആകെ തകിടം മറിഞ്ഞു പോകുമെന്ന് പ്രചരിപ്പിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്ന ആ ഒരു പഴയ ഇടയ്ക്ക് വന്ന ഒരു കാലം ഞാൻ ഓർക്കുക. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ പറയുന്നുണ്ട്, നല്ല രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റു പല രൂപത്തിലേക്ക് ക്യാമ്പസ് മാറില്ലായിരുന്നു. അതുകൊണ്ട് നല്ല കുട്ടികൾക്ക് രാഷ്ട്രീയം കൊടുക്കണമെന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. തീർച്ചയായിട്ടും കൂടുതൽ മിടുക്കരായിട്ടുള്ള ആളുകൾ വരണമെങ്കിൽ കൂടുതൽ താഴെത്തട്ടിൽ സ്കൂളുകളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന് തന്നെ നല്ല മിടുക്കരായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ വരണം. ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊതുരാഷ്ട്രീയത്തിൽ നിങ്ങൾ കോളേജുകളിൽ പ്രവർത്തിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു പൊതു രാഷ്ട്രീയ ബോധം ഉണ്ടാകണം. അത് പലപ്പോഴും പുതിയ ആളുകളിൽ ഇല്ല എന്നൊരു, ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയുടെ തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കലോത്സവ വേദിയിൽ 2-3 രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ പിള്ളേരൊക്കെ ഓടുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ അറിയാത്ത ആളുകൾ, അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ആ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് കുറയുന്നത് കൊണ്ട് രാഷ്ട്രീയക്കാർ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് the people who are going to get duped in the future is the general public. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ പൊതുബോധവും കുറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും പൊതുജനം തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ഇന്നിപ്പോൾ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ എ കുറിച്ച് സംസാരിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ അതിനകത്തുള്ള ആളുകൾ, എത്ര ആളുകൾക്ക് എന്താണെന്നറിയാം? അപ്പോൾ നാളെ ഈ വലിയ കാഴ്ചപ്പാടുകൾ മാറ്റമുണ്ടാകുമ്പോൾ അതറിയാവുന്ന, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നിയമനിർമ്മാണത്തിലുണ്ടാകണം. ആ നിയമനിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം സഭകൾ തന്നെയാണ്. അതിലേക്ക് കൂടുതൽ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വേണം. അത് ഓടിക്കുന്ന പൊളിറ്റീഷ്യൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന, മനസ്സിലാപ്പിക്കാൻ കഴിയുന്ന ആളുകൾ വേണം. അതൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്നുള്ള കൂടുതൽ പൊതുബോധം, ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ പൊതുബോധം വരട്ടെ, വായിക്കട്ടെ, രാഷ്ട്രീയം മനസ്സിലാക്കട്ടെ. മൂന്ന് പേരും പറഞ്ഞതിലെ